ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കിന്ന് ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള ഒരു അവസരം. അവിടെ കണ്ടില്ലേ, റെയിൻബോ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. ഈ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ഗുണങ്ങൾ, എന്തെങ്കിലും ഗുണങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കും. ബട്ടർഫ്ലൈ പറക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഇതിലേക്കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന എന്തൊക്കെയോ ഗുണങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരു മാറ്റത്തിലൂടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കഴിവ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ പോലുമല്ല, ഇതുവരെ നിങ്ങളോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ചില ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു, നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പിന് വരുന്നു, ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില എനർജീസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇന്നത്തെ ദിവസം. അതുപോലെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ഇന്ന് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിലാണെന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ. ഇത് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ വിവാഹാലോചനകൾ ഉണ്ടാവാം. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ, പുതിയ വീട്, വാഹനം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് തൊട്ട് ചിലപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങൾ തുടങ്ങി വെക്കാനും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ഇരുളിൽ നിന്നും, അതായത് ഇതുവരെയുള്ള ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് വന്ന് ഇതുവരെ ഒരു വിഷമമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാം. അത് മറ്റുള്ളവരോട് കൂടിച്ചേർന്നാവാം. അതുപോലെ തന്നെ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരാം, അവിടെയും നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കാം. അതുപോലെ ചിലപ്പോൾ കുട്ടികൾ സന്തോഷിക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലൊരു സന്തോഷം ലഭിക്കുന്ന എനർജി ആവാം. നോ കോണ്ടാക്റ്റിലിരിക്കുന്നവർ ഒത്തുചേരുന്ന എനർജി, വിവാഹം നടക്കുന്നത്, ചിലപ്പോൾ ജോലി ലഭിക്കുന്ന എനർജി ആവാം, ആ ജോലിയിൽ തന്നെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്ന എനർജി ആവാം. പല തരത്തിലുമുള്ള എനർജീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഇവിടെ കണ്ടില്ല, അവിടെ റെയിൻബോ വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൺ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം കൊണ്ടുവരുന്നതാണ്. ഈ ഒരു തുടക്കം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ ഫോക്കസ് ആണ് വന്നിരിക്കുന്നത്. ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിവിടെ എന്തിനെയോ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം, എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം. കണ്ടില്ലേ, എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ചില ആൾക്കാർ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം, അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടാവണം.
അല്ലെ? ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയും ആവാം, ചിലപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യമാവാം, അല്ല എങ്കിൽ എവിടെയെങ്കിലും ദൂര രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയും ആവാം. അവിടേക്ക് നിങ്ങൾ ഇങ്ങനെ ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പരിശ്രമിക്കേണ്ടതുണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പരിശ്രമം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഒത്തിരി ഒത്തിരി പ്രയാസം ഏറിയ അല്ലെങ്കിൽ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മറികടന്ന് മുന്നോട്ട് പോകണമെന്നും ഉണ്ട്. അതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു, ചില പ്രശ്നങ്ങളെ. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണാവോ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് പെന്റക്കിൾസിന്റെ സാമ്പത്തികത്തിന്റെ എനർജിയിലേക്കാണ്. അതായത് ചിലപ്പോൾ ജോലിയിലേക്കാവാം, ബാലൻസ് ചെയ്ത് പോകാനുള്ള ആഗ്രഹമാകാം. ചിലപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഒന്ന് മിതപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവണം. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, സാമ്പത്തികം ലഭിക്കുന്ന ചില കാര്യങ്ങളിലേക്ക്, ചില ജോലിക്കാര്യങ്ങളാവാം, മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോയി ജോലി നേടുന്നതിനെ കുറിച്ചും ആവാം നിങ്ങളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് നമുക്ക് നോക്കാം. മിറക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ചില മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സമയമായിരിക്കുന്നു ഇന്നത്തെ ദിവസം. ചിലപ്പോൾ ചില മിറക്കിൾസ്, ചില അതിശയങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവിചാരിതമായിട്ടൊക്കെ, അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടൊക്കെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിശയവാക്ക് അല്ലെങ്കിൽ ഒരു അതിശയകരമായ എന്തെങ്കിലും ന്യൂസ് നിങ്ങളിലേക്ക് വരാം. അതുമല്ല എങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ, ചില ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്തോ പ്രത്യേകിച്ചൊരു അതിശയം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്ത് അതിശയമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ. ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതാണ് ഇവിടെ ഒരു മിറക്കിൾ പോലെ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് അവർ കടന്നു വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാവാം. ഇനി അതുമല്ല, ചിലപ്പോൾ വിവാഹത്തിനുള്ള പ്രപ്പോസൽ കൊണ്ടുവരാം. ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യാം, മാരേജ് പ്രപ്പോസ് ആവാം, എന്തും ആയിക്കൊള്ളട്ടെ. ഏതോ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷനുള്ള വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ സംഭവിക്കുന്ന ഒരു അത്ഭുതം പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും അതിശയം സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. 10 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിടത്ത് നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുറിവേറ്റ ഒരു ഹൃദയത്തോടു കൂടി നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമായിരിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം അപ്രതീക്ഷിതമായിരിക്കും. അതൊരു അതിശയത്തോടു കൂടി നിങ്ങൾക്ക് എനിക്കിത് സംഭവിച്ചല്ലോ, എനിക്കിത് എങ്ങനെ സംഭവിച്ചു എന്ന് സ്വയം ചോദിക്കുന്ന വിധത്തിലുള്ള ഒരു അതിശയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വേറെ എന്ത് മിറക്കിളാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ആർക്കെങ്കിലും ജോലി
ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സിലൂടെ സാമ്പത്തികമായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ശ്രമം ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അതിലൂടെ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയും വരുമാന മാർഗം തുറന്നു കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു നല്ല ഹീലർ ആവാം, ഏതെങ്കിലും നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നഴ്സായിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതയാവാം. അതുമല്ല എങ്കിൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കാം. നിങ്ങളിവിടെ സാമ്പത്തികത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിശയിപ്പിക്കുന്ന വിധത്തിൽ, നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ എന്തോ ചില സാമ്പത്തിക മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരാം. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം തന്ന് നിങ്ങളെ സഹായിക്കുന്ന എനർജിയും ആവാം. അല്ലെങ്കിൽ ചെറിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 5 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും അല്ലെങ്കിൽ ഒരു കെണിയിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊരാക്കുടുക്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവണം. അവിടെ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം വരാൻ പോകുന്നു, അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് ചിലപ്പോൾ ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഈ ഒരു അതിശയം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നിടത്തു നിന്നും, ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ഇടത്തിൽ നിന്നും നിങ്ങളിപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല വിധത്തിലുള്ള അപകടങ്ങളെയും മറികടന്ന്, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിലിജൻസ് ആണ്. വളരെയധികം ആവേശത്തോടും ഉത്സാഹത്തോടും ഒക്കെ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു. കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഉത്സാഹം നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആവേശം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി കോൺഫിഡൻസ് ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസിലൂടെ നിങ്ങൾക്ക് പലതും സാധിക്കാം എന്നുള്ള ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. മനസ്സിലായി? ഈ ഒരു എനർജിയിലൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫ്രീഡം കിട്ടി നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 ഓഫ് വാൺസിന്റെ എനർജിയിൽ നിന്നും, അതായത് നിങ്ങൾ ഉൾപ്പെട്ടിരുന്ന, നിങ്ങൾ എന്തിലോ കെണിയിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാരോ നിങ്ങളെ കെണിയിൽ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ മുന്നോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ട്. അതിലുള്ള ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തായിട്ട് ഒരു ഫ്രീഡം കിട്ടുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. വന്നിരിക്കുന്ന കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള എനർജിയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാനും, ചില ചില പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത, മറ്റുള്ളവർ നിങ്ങൾക്കൊരു അതോറിറ്റി പവർ തന്ന് ആദരിക്കുന്ന എനർജിയും ആവാം. മനസ്സിലായി? അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആവുന്നു, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടൊക്കെ വന്നു ചേരുന്ന ചില സന്തോഷങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ജോലി കിട്ടുന്ന സാധ്യത നമ്മളിവിടെ പറഞ്ഞില്ലേ. അപ്പൊ ജോലി കിട്ടിയാലും വളരെയധികം കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി രാപകൽ അധ്വാനിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്ന എനർജിയാണ്. എന്തായാലും ജോലി എനിക്ക് വേണം, ഈ ജോലിയിൽ ഞാൻ ഉത്സാഹപൂർവ്വം മണി കൂടുതലായിട്ട് ഏൺ ചെയ്യും, ഉത്സാഹത്തോടു കൂടി ഞാൻ മുന്നോട്ട് കടക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഓപ്പണസ് ആണ് ഇവിടെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു തുറന്നു പറച്ചിലിൻ്റെ എനർജിയാണ്. കാരണം മറ്റുള്ളവരോട് കുറെ കൂടെ സൗഹൃദം കൂടുതലായിട്ട് വരിക, പല കാര്യങ്ങളിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കൂടുതലായിട്ട് പവർഫുൾ ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തിനാണ് കൂടുതലായിട്ട് നമുക്ക് പവർഫുള്ളായി കാണാൻ സാധിക്കുന്നത്, എങ്ങനെയാണ്, എന്തിലാണ്, ഏത് കാര്യത്തിലാണെന്ന് നമുക്ക് ഹെർമിറ്റ് ആണ് കൂടുതൽ പവർഫുൾ ആകുന്നത്. എന്ന് ഹെർമിറ്റ് മൂഡാണ്. ചിലപ്പോൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ടും അവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ജ്ഞാനദൃഷ്ടി ലഭിക്കുന്നതായിട്ടും ഇവിടെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഹെറോഫൻ്റെ എനർജിയാണ് ഇവിടെ. അത് തന്നെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അത് ഒരുപാട് കോൺഫിഡൻസ് നൽകുന്നു. നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിട്ടും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം നോക്കാം. വന്നിരിക്കുന്നത് ബോക്സ് ആണ്. യു വിൽ റിസീവ് എ ഗിഫ്റ്റ്. ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടില്ല, ഇവിടെ മിറക്കിൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളത് സ്വീകരിച്ചിരിക്കും. ഒരു ഗിഫ്റ്റ് നിങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കും. ഒരു ഡിവൈൻ ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് ആവാം. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതായിരിക്കും എന്നാണ് കാണുന്നത്. വിൻസിംസ് ആണ്. പീസ് ആൻഡ് ഹാർമണി, സമാധാനവും ഐക്യവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, ഗിഫ്റ്റ് വരുന്നുണ്ട്. മനസ്സിലായി. ഇവിടെ എ വിഷ് ഈസ് ഗ്രാൻഡഡ് കണ്ടില്ലേ. ഒരു വിഷ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരുടെയെങ്കിലും ഏതെങ്കിലും സന്തോഷമായ ഒരു വിഷ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരെങ്കിലും ടെമ്പററി സിറ്റുവേഷൻ. അപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ടെമ്പററി ആവാം, താൽക്കാലികമായ പ്രശ്നമാകാം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് ഒരിക്കലും പെർമനന്റ് ആവില്ല എന്ന് കരുതുക. അതിൽ സന്തോഷമായിരിക്കുക എന്ന് കാണുന്നുണ്ട്. ഇവിടെ ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ സിസ്റ്റേഴ്സാണ്. ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ. ആരിലെങ്കിലും നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ് ലഭിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാകാം ഇന്നത്തെ ദിവസം. പക്ഷെ അതെല്ലാം ഇവിടെ മാറിക്കോളും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.